ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതിക്കും 25% അധിക നികുതി ഏർപ്പെടുത്തും എന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനം ഇന്നലെ മുതൽ നിലവിൽ വരികയും ചെയ്തു. സൗഹൃദ രാജ്യങ്ങൾക്കൊക്കെ ട്രംപ് ഇത്തരം മുന്നറിയിപ്പ് കൊടുക്കുകയും അവരുമായി പിന്നീട് ചർച്ച നടത്തി ട്രംപിന്റെ വരുതിയിൽ ഇവരൊക്കെ എത്തിക്കുകയും ചെയ്തതുപോലെ ഇന്ത്യയെയും വരുതിയിൽ എത്തിക്കാം എന്ന് വിശ്വസിച്ചാണ് മുന്നറിയിപ്പ് നൽകിയത്. നിരന്തരമായി ചർച്ചകൾ നടത്തിയെങ്കിലും ട്രംപിന്റെ ചില ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇന്ത്യക്ക് കഴിയുമായിരുന്നില്ല. ഇപ്പോൾ റഷ്യയാണ് പ്രശ്നമെന്ന് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ ട്രംപിന്റെ തർക്കം റഷ്യയല്ല. നേരെ മറിച്ച് അമേരിക്കയുടെ പാൽ ഉൽപ്പന്നങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും നികുതിയില്ലാതെ ഇന്ത്യയിൽ എത്തണമെന്നതാണ്. ഇതിനോട് ഇന്ത്യക്ക് യോജിക്കാൻ സാധ്യമല്ല. കാർഷിക മേഖലയെ ആശ്രയിച്ചു പോകുന്ന സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കർഷകരുടെ കടുത്ത രോഷത്തിനും പകയ്ക്കും ഇരയാകുന്ന ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടി കിട്ടുന്ന ഒരു തീരുമാനമാകും ജനിതക വിത്തുകൾ അടക്കമുള്ളവ ഇങ്ങോട്ട് ഒഴുക്കാൻ അനുവദിക്കുന്നത്. അതുകൊണ്ട് വിസമ്മതിച്ചു. അവിടെയാണ് ട്രംപ് റഷ്യ എന്ന് തുറുപ്പുചീട്ടുമായി രംഗത്ത് വരുന്നത്. റഷ്യയുമായി ഇന്ത്യ സഹകരിക്കുന്നതാണ് ട്രംപിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ യുക്രൈനെ തള്ളി റഷ്യയുമായി ചർച്ച നടത്തിയത്, അതും ഏകപക്ഷീയമായി ചർച്ച നടത്തിയത് ട്രംപാണ് എന്ന് ട്രംപ് മറക്കുന്നു. മാത്രമല്ല ഇപ്പോഴും അമേരിക്ക ഏറ്റവും കൂടുതൽ വളം ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. യൂറോപ്യൻ യൂണിയൻ പ്രകൃതിവാതകവും പെട്രോളും ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്നു. ഇന്ത്യയെക്കാൾ കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ചൈനയോട് അമേരിക്കയ്ക്ക് പകയില്ല, പ്രതിഷേധമില്ല. 2024 കണക്കെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യ 5270 കോടി ഡോളറിന്റെ ക്രൂഡ് ഓയിലാണ് ഇറക്കുമതി ചെയ്തതെങ്കിൽ ഇതേ വർഷം ചൈന റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത 6260 കോടി ഡോളറിന്റെ ക്രൂഡ് ഓയിലാണ്. പക്ഷേ ചൈനയ്ക്ക് പിഴച്ചുങ്കമില്ല. ട്രംപ് ഇരട്ടത്താപ്പ് തുടരാൻ കാരണം ഇന്ത്യ അമേരിക്കയുടെ വരുതിക്ക് വഴങ്ങും എന്ന ആത്മവിശ്വാസം മൂലമാണ്. അത് സാധിക്കാതെ വന്നതോടെ ട്രംപ് കട്ടക്കലിപ്പിലായി.